അവിടെയൊക്കെ ഏറ്റുവിടുന്നില്ല. കൊച്ചു കുഞ്ഞിന് അറിയുന്നു ബ്രോ. എന്താ പറയുക ചെയ്യാൻ ബ്രോ. നമുക്കിവിടെ നിക്കണം. എനിക്ക് എന്തോ പോലെ ഒന്ന് ആലോചിച്ച് നോക്കിയ കുഞ്ഞു അമ്മ, ആ കുഞ്ഞിന്റെ കരച്ചിലാണ് ഈ കേൾക്കണ. നമുക്കിവിടെ നിക്കണ. എനിക്കിവിടെ നിക്കാൻ പറ്റുന്നില്ല. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് എന്ത് ചുറ്റപ്പോ എന്റെ പൊട്ടിക്കുഞ്ഞിന്റെ കരച്ചില പ്രോ കേക്കണേ. കറണ്ട് അടിക്കൂ. എൻ്റെ ഉള്ളിൽ കറണ്ട് അവിടെ നിന്ന് സൗണ്ട് കേട്ടിപ്പോ. പിടിച്ചു നിങ്ങളും വന്നിട്ട് ആ സൗണ്ട് കേട്ട് കാണും. ഒരിടത്ത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള എമോഷണലി കണക്ട് ചെയ്യുന്ന ഒരു ക്രീപ്പി സൗണ്ട് എന്ന് വേണം. ക്രീപ്പി സൗണ്ട് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു കൊച്ചു കുഞ്ഞിന്റെ സൗണ്ട് കേൾക്കുന്നത്. ദൈവത്തെ ഓർത്ത് പറയാം, സൂസൈഡ് തോട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ദൈവത്തെ ഓർത്ത് കാര്യം ചെയ്യരുത്. അതിനുശേഷം പറയുന്നത് നരകമായിരിക്കും. നരകം ഉള്ള ഒരേ ഒരു ലൈഫേ ഉള്ളൂ. അത് മാക്സിമം അടിച്ചു പൊളിച്ച് എൻജോയ് ജീവിക്കാൻ നോക്കുക. എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റിയില്ലെങ്കിലും, നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ജീവിക്ക്. ജനിച്ചു പോയില്ലേ, ജീവിക്ക്. വെറുതെ ആ കുഞ്ഞിന്റെ ജീവനോടെ കളഞ്ഞിട്ട് ഈ അമ്മയ്ക്ക് എന്താ കിട്ടിയത്? ആ എത്ര എന്തോരം ജീവിതം ബാക്കിയുള്ള കുഞ്ഞായിരിക്കും. ഇത്രയും രീതി കരയാമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കി. അതാ പറഞ്ഞത്, നമ്മളെ പോലെ ഒരുപാട് ജീവിക്കാൻ എന്തൊരു വേദന സഹിച്ചിട്ടുണ്ടാവും കുഞ്ഞ്. അതിന്റെ കരച്ചില് എനിക്ക് ഇപ്പോഴൊരു ചെവിന്ന് പോകുന്നില്ല. അത് നമുക്ക് പോയാ നമ്മ ഇപ്പൊ എന്തായാലും ഒന്നും ആവില്ല. കാരണം നമ്മോടേക്ക് വന്നിട്ട് ഒരു ഡ്യൂറേഷൻ ഒന്നും ആയിട്ടില്ല നമ്മളെ വീഡിയോ. എന്തോ നമ്മൾ അവരെ ശല്യം ചെയ്യുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. സത്യമായിട്ട് ശല്യം ചെയ്യുന്ന പോലെ ഫീൽ ആവുന്നു. പക്ഷെ നമ്മ അവരെ ഉപദ്രവിക്കാവുന്നതല്ല. അവരുടെ മുമ്പിൽ വേറെ വഴിയുമില്ല. കാരണം നമ്മോട് ഇത്രയും ദൂരം വന്നിട്ട് ചെയ്യാതെ വീഡിയോ വേണ്ട. വീഡിയോ എടുത്തിട്ട് കാര്യമൊന്നുമില്ല. ആകെ 10 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് ഇടണ്ടോ? കാരണം ഇതെന്തോ പേഴ്സൺ ആയിട്ടാണോ അവരെന്തോ ശല്യം ചെയ്യുന്ന പോലെ ആ കുഞ്ഞിന്റെ സൗണ്ട് കേട്ടിട്ട് എനിക്കെന്തോ സത്യം പറഞ്ഞാൽ ബ്രോ പറഞ്ഞ പോലത്തെ ആ ഒരു ഫീലിംഗ് എനിക്കും വരുന്നുണ്ട്. കാരണം കുഞ്ഞിന്റെ ഒരു പൊട്ടിക്കുഞ്ഞിന്റെ കരച്ചിൽ നമ്മൾ കേൾക്കുന്നേ. കാര്യമില്ലല്ലോ എന്തോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്മമാർ സ്നേഹപ്പെടുക. ഞങ്ങൾക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങൾക്കറിയില്ല. ദൈവത്തോർത്ത് കേക്ക് ഞങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ആവുന്നുണ്ട്. ഇതൊക്കെ ഈ കുഞ്ഞിനെ പറഞ്ഞു ഈ ഒരു അമ്മ ഓർത്തുണ്ടായിരുന്നല്ലോ. ആ അമ്മയെ കിട്ടി ഓർത്തുണ്ടായിരുന്നല്ലോ. ഒരു കഴുത ഓർത്ത് അവനെയാണ് അടിക്കാൻ ഫസ്റ്റ്. നോക്കാൻ തറ്റാടില്ലെങ്കിൽ എന്തിനാ നമ്മളെ കിട്ടുന്നേ? എന്തിനാവട്ടെ. അവസാനം ഈ കുഞ്ഞിനെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. എനിക്കില്ല പഴയ ഒരു വീഡിയോ ഉണ്ട്, എൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ വീഡിയോ. ആ ഒത്ത മൈൻഡ് ചെയ്ത് ഇഷ്ടമാണ് എനിക്ക്. വന്നിട്ട് ലാസ്റ്റായിട്ട് ആ കുഞ്ഞിനെ കണ്ടാൽ മാത്രം കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അതിനെ വന്നിട്ട് ഓരോ ട്രൈ ചെയ്ത് നോക്കാം. മൊബൈൽ ഫോണിൽ വന്നിട്ട് പാട്ട് പ്ലേ ആക്കാം. ആ ഒരു കുഞ്ഞുങ്ങളെയൊക്കെ വന്നിട്ട് ഈ എന്താ പറയാ താരാട്ട് പാട്ട് കൊടുത്ത ഒരു പാട്ടാണ്. പ്ലേ ചെയ്ത് നോക്കാം. കണ്ടു ഓഫായി, ചാർജ് ഓഫായി. എന്ത് കഷ്ടമാണ് നോക്കണം. അതിനാണെങ്കിൽ മറ്റേ ലൈറ്റിൻ്റെ വന്നിട്ട് ചാർജ് ഓഫായിരിക്കും. ബാറ്ററി ചാർജ് ഓഫായിരിക്കും. വേറൊരു ബാറ്ററി കണക്ട് ചെയ്തിരിക്കുകയാണ്. സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ലാസ്റ്റ് കുഞ്ഞെ കണ്ടാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു
എന്താ പാട്ടാ ബ്രോ? താരാട്ട് പാട്ട്. താരാട്ട് പാട്ട് കൊടുത്തൊരു പാട്ടുണ്ട്, ജസ്റ്റ് പ്ലേ ആക്കി നോക്കാം. വന്നാൽ കാണാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രൈ നോക്കാം. ഓറഞ്ച് വന്നിട്ടുള്ളൂ ലാസ്റ്റ്. നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. കാണണമെന്നുണ്ടായിരുന്നല്ലേ കരച്ചില്? പാട്ട് കേട്ടപ്പോൾ ഒന്നുകൂടെ ഫീലായി. അതെ, ശരി, കരച്ചില് കേട്ടിട്ട് എനിക്ക് ചങ്ക് പൊട്ടാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, വന്നാലും ഇങ്ങനെയൊക്കെ ഒരു പിഞ്ചു കുഞ്ഞിനെ ഒക്കെ. ഓക്കെ, വരച്ചു. എന്ത് സൗണ്ട് കേട്ടു? സൗണ്ട് കേട്ടു ഇപ്പോ? എന്ത് സൗണ്ട്? നീ എന്തി പറയണേ? സൗണ്ട് അണ്ണാന്ന് വിളിച്ചു ഇപ്പോ. ആര് ഇവിടെ? ആരാ ഉള്ള അണ്ണാന്ന് വിളിക്കാൻ? സത്യം ഞാൻ നിന്നെ വിളിച്ചില്ല. എന്നെ അണ്ണാന്ന് സൗണ്ട് കേട്ടു എനിക്കിപ്പോ. ആര്? നന്നായിട്ട് അണ്ണാന്ന് സൗണ്ട് കേട്ട്, ക്ലിയർ ആയിട്ട് സൗണ്ട് കേട്ടിക്ക്. അണ്ണാന്ന് വിളിക്കുന്ന സൗണ്ട്, സൗണ്ട് കേട്ടു ബ്രോ അണ്ണന്ന് എനിക്ക്. പക്ഷെ ഈ സൗണ്ട് ഇതിനു മുന്നേ എവിടെയോ, ഈ സൗണ്ട് ഇതിനു മുന്നേ വേറെ എവിടെയൊക്കെ. ഇപ്പൊ സൗണ്ട് ഉണ്ടാക്കിയത് ഇവിടുത്തെ പ്രേതം അല്ലെന്ന് എനിക്കറിയാം, അത് നിങ്ങൾക്കും അറിയാം. ആരാണെന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇവിടുത്തെ കുഞ്ഞമ്മയല്ലോ. പ്രാവശ്യം പോലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കി? ഞാൻ കേട്ടില്ല സത്യമായിട്ടും. ഇവിടുത്തെ അമ്മയുടെ സൗണ്ട് അല്ല ബ്രോ, അത് മരിച്ചു പോയ കുഞ്ഞിന്റെ സൗണ്ടും അല്ല, അത് ഇത് വേറെയാണ് ബ്രോ. ആര്? നോക്കണേ. പേനുണ്ട് കയ്യില്, പേന.